മനുഷ്യന് 3 ഘടകങ്ങളുണ്ട് അല്ലെ. ഒന്ന് ദേഹം, ദേഹി, ആത്മാവ്. ദേഹം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, റിസപ്ഷൻ, റിയാക്ഷൻ, എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുക, പ്രതികരിക്കുക, പ്രകടിപ്പിക്കുക. ഇത് ശരീരം, ബോഡി ചെയ്യുന്ന കാര്യമാണ്. ബോഡിക്ക് ഇത്രയേ ഉള്ളൂ. എന്താണ്? സ്വീകരിക്കുക, പ്രതികരിക്കുക, പ്രകടിപ്പിക്കുക. ഇപ്പൊ നമുക്ക് ഒരാളോട് ഒരു ദേഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ അത് പ്രകടിപ്പിക്കും. മുഖമെല്ലാം കൂടി ഒന്ന് ഊതി വീർപ്പിച്ച് അല്ലെ, വേണമെങ്കിൽ ഒരു തുപ്പും ഒരു ചവിട്ടും ഒരു കറക്കോ. മനസ്സിലാവുന്നേ? ഇത് എക്സ്പ്രഷൻ ആണ്. നമ്മുടെ അകത്ത് കിടക്കുന്ന ഒരു സാധനം നമ്മൾ എന്ത് ചെയ്യുന്നു? പുറത്തുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു എക്സ്പ്രഷൻ, ഒരു പ്രകടനം, അതാണ് നടക്കുന്നത്. അതുപോലെ തന്നെ റിസപ്ഷൻ, റിയാക്ഷൻ, നമ്മൾ സ്വീകരിക്കുന്നു, പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കുന്നു, അതുപോലെ തന്നെ അതിനോട് നമ്മൾ പ്രതികരിക്കുന്നു. ഇതൊക്കെയാണ് ശരീരം കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. എന്നാൽ ദേഹി എന്ന് പറയുന്ന സംഗതിയാണ്. ദേഹി, സോൾ എന്ന് പറയുന്നത്. ഈ സോളിന് ചില പ്രത്യേകത, ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സോളിന് ചില പ്രത്യേകതകളുണ്ട്. സോളിന്റെ പ്രത്യേകതയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് മൈൻഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ സോൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദേഹി എന്ന് പറയുന്നത് മൈൻഡുമായിട്ട് ബന്ധപ്പെടാം. മനസ്സ് തന്നെ എത്രയുണ്ട്? 3 ഭാഗങ്ങളുണ്ട് മനസ്സിലെ. കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്. അതായത് ബോധ മനസ്സ്, ഉപബോധ മനസ്സ്, അപബോധ മനസ്സ്. ഇത് മനസ്സാണ്. ഇതിനകത്ത് സൈക്കോളജിസ്റ്റ് ഒക്കെ പറയുന്ന ഒരു ഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്, അബോധ മനസ്സെന്ന് പറയുന്നത്, ഒരിക്കൽ പോലും അത് എന്ന് പറഞ്ഞാൽ ഒരമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ഉരുവാകുന്ന സമയം ഏകദേശം ചില ദിവസങ്ങൾ കഴിയുമ്പോൾ മുതൽ അമ്മയുടെ ഫീലിങ്സ് മനസ്സിലാക്കിയാണ് ആ ഉദരത്തിൽ ആ കുഞ്ഞ് വളരുന്നത്. അത് ശരിക്കും പ്രതികരിക്കാൻ പ്രാപ്തിയാകുന്നത്, പ്രസവിച്ച് ആ കുഞ്ഞ് പ്രതികരിക്കാൻ പ്രാപ്തിയാകുന്ന പ്രായം വരെ ഉള്ള ഒരവസ്ഥയാണ് അപബോധ മനസ്സെന്ന് പറയുന്നത്. ആ സമയത്തുണ്ടാകുന്ന ഫീലിങ്സ് മുഴുവനും ഈ കുഞ്ഞിന്റെ അകത്തുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം, അമ്മ അല്ലെ ഒരു വലിയ വേദനയിൽ അകപ്പെട്ടു എന്ന് പറഞ്ഞാൽ വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ മരണം ഉണ്ടായി. ആ സമയത്ത് ഈ കുഞ്ഞിനെ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ ഈ അമ്മ വല്ലാതെ കരഞ്ഞു, ചങ്കു പൊട്ടിക്കരഞ്ഞു. ഈ കരച്ചിൽ ഈ കുഞ്ഞിന് ഫീലായി. അതുപോലെ തന്നെ ചില വഴക്കുകൾ, ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അല്ലെങ്കിൽ അയൽവക്കം വഴക്ക്, അല്ലെങ്കിൽ വീടിനകത്ത് കിടന്നുള്ള വഴക്ക്, അതിനകത്ത് എടുക്കുന്ന ആ ദേഷ്യം, ഇമോഷൻസ് എല്ലാം ഈ കുഞ്ഞിന് ഫീൽ ആകുക. അപ്പൊ ഇതെല്ലാം വേറൊരു തലത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ കുഞ്ഞിനെ അത് ബാധിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. അത് നമ്മൾ അറിയുന്നില്ല. ആ കുഞ്ഞ് എന്നെ പ്രസവിച്ചു, ആ കുഞ്ഞ് മുട്ടയെ വഴിഞ്ഞ് അല്ലെങ്കിൽ വരുന്ന ആ കാലഘട്ടത്തില് ഇപ്പൊ നമുക്കറിയാം, കൊച്ചുപിള്ളാരൊക്കെ ആയിരിക്കുമ്പോൾ ഓടിപ്പോയി എന്ത് ചെയ്തു? തീയെ പിടിക്കുന്നു, ചൂടുവെള്ളത്തിൽ കൈയിടുന്നു. ഇവർക്ക് അറിയത്തില്ലാത്തതുള്ളൂ. പക്ഷേ ആ സമയത്ത് കൈ കൊള്ളുന്നു, ഇവരെന്ത് ചെയ്യുന്നു? നിലവിളിക്കുന്നു എന്നതിലുപരി പ്രതികരിക്കാൻ പറ്റുന്നില്ല. അവർക്ക് അത്രേ അറിയൂ. അതേസമയം വളർന്നു വരുമ്പോൾ, പ്രതികരിക്കാൻ പ്രാപ്തിയാകുമ്പോൾ അവർ തിരിച്ചറിഞ്ഞ് പിന്മാറുന്നു. അപ്പൊ ഈ പ്രായം വരെയുള്ള സമയമാണ് ഈ അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. ഇതിനകത്ത് കിടക്കുന്ന കാര്യം ഓട്ടോമാറ്റിക്കലി ഇവരിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? വേറൊരു സ്വഭാവം ക്രിയേറ്റ്. അതാണ് ഇപ്പം ചിലരൊക്കെ പിന്നെ ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് പ്രഗ്നന്റ് ആയി കഴിയുമ്പോൾ ഇവരെ മാതാപിതാക്കൾക്ക് ആ കുഞ്ഞിനെ വളർത്താൻ താല്പര്യമില്ല. മീൻസ് ഇപ്പൊ നമുക്ക് കുട്ടികൾ വേണ്ട, പിന്നെ മതിയെന്ന് പറഞ്ഞ് ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി അബോർട്ട് ചെയ്യുകയും ഈ കുഞ്ഞ് നശിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് കഴിക്കുകയൊക്കെ ചെയ്യുന്ന അനുഭവങ്ങളുണ്ട്. അതിൽ നിന്ന് റിക്കവർ ആയി വന്നാൽ ഈ കുഞ്ഞിന് ആ ഫീൽ ഉണ്ടാകും. ഒരു ചിന്തകൻ പറഞ്ഞൊരു ഭാഗം ഇങ്ങനെയാണ്: ഞാൻ ആവശ്യമില്ലാത്തൊരു കുട്ടിയായി ഭൂമിയിൽ ജനിച്ചു എന്ന് പറയുന്നത് അതിന്റെ പിറകിൽ മാതാപിതാക്കൾക്ക് ഭയങ്കര കൈയുണ്ടെന്നാണ്. അപ്പൊ കുഞ്ഞുങ്ങളിൽ ഏത് ക്യാരക്ടർ അവരില് അറിയാതെ പുറത്തു വരുന്നു, അതിന്റെ പിറകിൽ എന്തുണ്ട്? റീസൺ ഉണ്ടെന്നുള്ളതാണ്. ഇതൊക്കെ നമ്മൾ ആൾക്കാരോട് പറഞ്ഞ് അത്ര കൃത്യമായിട്ട് അവരെ ഉൾക്കൊള്ളണമെന്നില്ല. പക്ഷേ സത്യത്തിൽ ഈ വരുന്ന തലമുറയ്ക്ക് ഇത് ഭയങ്കര ബാധകമാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് അൺകോൺഷ്യസ് മൈൻഡ് എന്നൊരു കാര്യമാണ്. അടുത്തത് സബ് കോൺഷ്യസ് മൈൻഡ്, ഉപബോധ മനസ്സ്. ഉപബോധ മനസ്സാണ് ശരിക്കും നമ്മളെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഉപബോധ മനസ്സിനകത്ത് പല കാര്യങ്ങളും നന്നായിട്ട് കിടപ്പുണ്ട്.
ഇപ്പം ഒരു കാര്യം പറയാം, നമ്മള് ദേഷ്യമുള്ള ഒരാളെ വഴി വെച്ച് കാണുന്ന സമയത്ത് നമ്മള് ഓട്ടോമാറ്റിക്കലി ആ വ്യക്തിയെ കാണുമ്പോഴേ ദേഷ്യം ഉണ്ടാവുക. അതുവരെ നമ്മൾ ചിരിച്ചു വരികയാണ് നിൽക്കണം. നമ്മുടെ ഫ്രണ്ട്സിനോടോ നമ്മുടെ ഫാമിലിയിലോ ഒക്കെ വളരെ സന്തോഷത്തോടെ ചിരിച്ച് കളിച്ച് പറഞ്ഞു വരുന്ന സമയത്താണ് പെട്ടെന്ന് നമുക്ക് ദേഷ്യമുള്ള ഒരാളെ കാണുന്നത്. പെട്ടെന്ന് തന്നെ ആ മനസ്സ് കുറെ സമയമൊന്നും എടുക്കണ്ട, ആ ദേഷ്യം പെട്ടെന്ന് എന്ത് ചെയ്യും, പ്രകടിപ്പിക്കും. അപ്പൊ ഇത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനകത്ത് കിടക്കുകയായിട്ടുള്ള സാധനങ്ങൾ. അതുപോലെ തന്നെ അല്ലെ, നമ്മൾ പണ്ട് പഠിച്ച പാട്ട് നമ്മൾ ഓർക്കുന്നില്ലേ, സബ് കോൺഷ്യസ് മൈൻഡിനകത്ത് ഫീഡായ സിസ്റ്റമാണ്. ഫീഡ് ആയതുകൊണ്ടാണ് ഇപ്പം ഞങ്ങളൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അല്ലെ, നമ്മള് ഇത് പഠിക്കുന്ന സമയത്ത് അങ്ങനെ ആയിരുന്നില്ല. പഠിക്കുന്ന സമയത്ത് കറക്റ്റ് ക്ലച്ച്, ആക്സിലേറ്റർ, ബ്രേക്ക്, സ്റ്റിയറിംഗ്, അതിനകത്തൊക്കെ ഒത്തിരിയേറെ കാര്യങ്ങൾ പറഞ്ഞ് പെട്ടെന്ന് ആശാൻ പറയും, ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ഔട്ട്, അല്ലെങ്കിൽ ബ്രേക്ക് ചവിട്ടി ക്ലച്ച് ഔട്ട്, അല്ലെങ്കിൽ ആക്സിലേറ്റർ സ്ലോ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു വരും. പക്ഷേ ഇത് പരിശീലനമായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ചിലപ്പോൾ വർത്തമാനം പറയുകയായിരിക്കും, നമ്മൾ ചിലപ്പോൾ പാട്ട് കേൾക്കുകയായിരിക്കും, ചിലപ്പോൾ നമ്മൾ ഫോൺ വിളിക്കുകയായിരിക്കും. പക്ഷേ ഒരു വണ്ടി ബ്രേക്ക് ഇടണം, നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കാൽ അവിടെ പ്രവർത്തിച്ചിരിക്കും. കാരണം ഇത് സബ് കോൺഷ്യസ് മൈൻഡിനകത്ത് സെറ്റായ വിഷയങ്ങൾ. അപ്പൊ സബ് കോൺഷ്യസ് മൈൻഡ് ഭയങ്കര ആക്റ്റീവ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് പല സന്ദർഭങ്ങളിൽ. ഇനി സബ് കോൺഷ്യസ് മൈൻഡ് കഴിഞ്ഞ പിന്നെ ബോധ മനസ്സ്, മീൻസ് കോൺഷ്യസ് മൈൻഡ്. കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ഈ കാണുന്ന കാര്യം. ഇനി ഇതിനകത്തുനിന്ന് ചില ഇൻസിഡൻസ് ആണ്. അപ്പൊ കോൺഷ്യസ് മൈൻഡിനകത്തുള്ള ആ മൈൻഡിൽ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില ഇൻസിഡൻസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ പെട്ടെന്ന് ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നു, നമ്മളത് കാണുന്നു. പെട്ടെന്ന് ആ ആക്സിഡന്റിന്റെ ആഘാതം ചെല്ലുന്ന സ്ഥലം എവിടെയാണ്? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനകത്ത് ചെല്ലും. പിന്നെ രാത്രി കിടക്കുമ്പോൾ നമ്മൾ ഞെട്ടി എഴുതും. നമ്മൾ ആക്സിഡന്റ് കണ്ടിട്ടല്ല, പക്ഷെ ഓൾറെഡി എന്ത് ചെയ്തു, നമ്മുടെ അകത്ത് സബ് കോൺഷ്യസ് മൈൻഡിനകത്ത് ഈ സാധനം വേദനയായിട്ട് കിടക്കും, ഭയമായിട്ട് കിടക്കും. ഇതാണ് ഈ മൈൻഡ് സിസ്റ്റം എന്ന് പറയുന്ന കാര്യം. അതവിടെ നിൽക്കട്ടെ. ഇനി ഞാൻ പറഞ്ഞു വന്നത് ദേഹി എന്നൊരു ആശയമാണ്. ദേഹി എന്ന് പറയുന്ന ആശയത്തിനകത്ത് ഒത്തിരിയേറെ കാര്യങ്ങൾ. ഇപ്പൊ നമുക്ക് അതിനകത്താണ് നമ്മുടെ മോട്ടിവേഷൻ, അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ വ്യക്തിത്വം ഒക്കെ കിടക്കുന്ന സ്ഥലം അവിടെയാണ്. നമ്മുടെ ഇമോഷൻസ് കിടക്കുന്നത് ഈ ദേഹിയിലാണ്, സോളിലാണ്. അപ്പം ഇങ്ങനെയുള്ള, അതായത് നമ്മുടെ ഇന്റലക്ട് കിടക്കുന്ന അവിടെയാണ് എന്ന് പറഞ്ഞ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കിടക്കുന്ന സ്ഥലമാണ് ഏത്, ദേഹി എന്ന് പറയുന്നത്. ദേഹി എന്ന് പറയുന്നത് സോൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഏതാണ്? ആത്മാവ്. ആത്മാവ് എന്ന് പറയുന്ന ഒരു സംഗതിക്ക് ഇത്രയുള്ള കാര്യം ഏതാണ്? ദൈവത്തെ സ്തുതിക്കുക, അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക. അതിനകത്ത് പ്രത്യേകിച്ച് പറയുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ഏതാ? ആത്മാവ് ആക്റ്റീവ് ആകുക എന്ന് പറയുന്നത്, ദൈവികമായ വിഷയം നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ആത്മാവ് ആക്റ്റീവ് ആകുക എന്ന് പറയുന്നത് ഒരാൾ രക്ഷിക്കപ്പെടുമ്പോൾ അതുവരെ ആത്മാവ് എന്ത് ചെയ്യുന്നു? ഉറക്കത്തിലാണ്. രക്ഷിക്കപ്പെടുന്ന സമയത്ത് അവന്റെ ആത്മാവ് ആക്റ്റീവ് ആകുന്നു, മീൻസ് പ്രവർത്തനക്ഷമമാകുന്നു. അവൻ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താൻ തുടങ്ങും. അപ്പൊ ആത്മാവിന് ആ ദൈവികമായ ആശയങ്ങൾ മാത്രമേ അതിനകത്തുള്ളൂ, ആത്മാവിന്. അപ്പം ഈ ആത്മാവിനെ നശിപ്പിക്കാനോ നന്നാക്കാനോ രണ്ട് ടീമിന് കഴിയും. ഏതാ? ദേഹിക്കും ജഡത്തിനും ശരീരത്തിനും. അപ്പം ഈ ദേഹി ശരിയല്ലെങ്കിൽ, മീൻസ് ദേഹിയിൽ കിടക്കുന്ന ഈ പറഞ്ഞ പോയിന്റ്സുകൾ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് വർക്ക് ആകുന്നില്ലെങ്കിൽ ആ വ്യക്തിയുടെ അവസ്ഥ നാശമാണ്. അപ്പം നമ്മുടെ ഈ ദേഹിയിൽ ശരിക്കും ഒരു ദൈവിക സമാധാനം നമ്മുടെ ദേഹിയിൽ വരണം. ചില മുറിവുകൾ കരിയണം, നമ്മുടെ അകത്ത് കിടക്കുന്ന ചില മുറിവുകൾ കരിയണം. ചിലരോടുള്ള നമ്മളുടെ വെറുപ്പുകൾ അവസാനിക്കണം, ചിലരോടുള്ള നമ്മളുടെ പോരുകൾ അവസാനിക്കണം, മത്സരങ്ങൾ അവസാനിക്കണം. നമ്മുടെ അകത്ത് വരുന്ന ചില എന്താ പറയുന്നത്, ചില സംഭവങ്ങളുണ്ടല്ലോ, നമുക്ക് കോംപ്ലക്സുകൾ അവസാനിക്കണം. ചില കോംപ്ലക്സുകൾ ഇപ്പൊ നമ്മൾ ചിലരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചിലരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലരുമായിട്ട് ഭയങ്കരമായിട്ട് കമ്പനി കൂടും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ള ചില കാര്യങ്ങൾ, അവരുടെ ലെവലിലുള്ള ആൾക്കാരുമായിട്ട് അവർ കമ്പനി കൂടും. അത് കോംപ്ലക്സ് ആണ്.
അവര് വേറൊരു ലെവലിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാൻ ഭയങ്കര പാടാണ്. ഇപ്പൊ ഒരു കമ്മ്യൂണിറ്റിയില് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒത്തിരിയേറെ ആൾക്കാരുണ്ട് അല്ലെ. മദ്യപാനികളുണ്ട്, വ്യഭിചാരികളുണ്ട്, കൊലപാതകന്മാരുണ്ട്, കള്ളന്മാരുണ്ട്, നല്ലവരുണ്ട്, പാസ്റ്റർമാരുണ്ട്, അച്ഛന്മാരുണ്ട്, വലിയ പൊളിറ്റീഷ്യൻസ് ഉണ്ട് അല്ലെ, വലിയ റേഞ്ചിലുള്ളവരുണ്ട്. ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ്, ഒരു സമൂഹത്തിൽ നമ്മൾ വസിക്കുമ്പോൾ നമ്മളുടെ ആറ്റിറ്റ്യൂഡിന് ഭയങ്കര പ്രാധാന്യതയാണ്. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ അതുകൊണ്ട് ആൾക്കാർ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ റേഞ്ചിൽപ്പെട്ട ആൾക്കാരുമായിട്ട് മാത്രമുള്ള കമ്പനികളാണ്. ഇതിന് പ്രോബ്ലം ഏതാണ്? കോംപ്ലക്സ് ആണ്. കോംപ്ലക്സ് ആണ്. ഒരു ഉയർന്ന ലെവലിലേക്ക് അവർക്ക് കയറാൻ പറ്റില്ല. ഇനി അഥവാ ആരെങ്കിലും ഒരു ഉയർന്ന തലത്ത് നിൽക്കുകയാണ്, അവരെ ഇവർ കുറ്റം പറയും. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാകും. ഇപ്പൊ ഒരാള് ഇച്ചിരി മാന്യമായിട്ട് നിൽക്കുന്ന ഒരാള് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് മാന്യമായിട്ട് വരുന്നു. ഈ കോംപ്ലക്സ് ഉള്ള ആൾക്കാർ പെട്ടെന്ന് അവർക്ക് കമന്റ് എടുക്കും. പെട്ടെന്ന് എന്താ കോംപ്ലക്സ്? അവരുടെ സെൽഫ് മീൻസ് എന്താ പറയുന്നത്, കോംപ്ലക്സ് ആണ്. അവരുടെ അകത്ത് തന്നെ അവർക്ക് സുരക്ഷിതമല്ലെന്നുള്ള ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് മറ്റുള്ളവരെ ഏതെങ്കിലും തരത്തിൽ ഒന്ന് കളിയാക്കുക, അവരെ ഒന്ന് തരം താഴ്ത്തുക, ഇതൊക്കെ അതാണ് ഇവരുടെ കോംപ്ലക്സ്. ഞാൻ പലരെയും കൗൺസിൽ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്ര കൃത്യമായിട്ട് കാര്യം പറയുന്നത്. ആരെങ്കിലും കളിയാക്കുന്നുണ്ടെങ്കിൽ അതിനകത്തെ ഒരു പ്രോബ്ലം ഇത്രയേ ഉള്ളൂ. എന്താണ്? അവരുടെ കോംപ്ലക്സ് ആണ്. ഒരാളെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അത് തന്നെയാണ്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന അച്ചായൻ 2 വാക്ക് പ്രസംഗിക്കുമ്പോൾ അച്ചായനെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ എന്റെ കോംപ്ലക്സാ. എന്താ കാരണം? എന്നേക്കാൾ അദ്ദേഹം വലുതായി പോകുമോ, എന്നേക്കാൾ നന്നായിട്ട് പ്രസംഗിക്കുവോ, ആൾക്കാരെല്ലാം അദ്ദേഹത്തിന്റെ മുമ്പിൽ കൈയടിക്കുവോ, എല്ലാവർക്കും ആൾക്കാർക്ക് അവരോട് ഇഷ്ടമാകുമോ, ഇത് നമ്മുടെ കോംപ്ലക്സാ. അപ്പൊ നമ്മൾ മറ്റുള്ളവർക്ക് എതിരാകും. ഇതെല്ലാം മൈൻഡിനകത്ത് കിടക്കുന്ന പ്രശ്നങ്ങളാണ്. ഹലോ, ശരിയല്ലേ? നിങ്ങൾ ശരിയാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ സ്വയം ചിന്തിച്ചാൽ മതി. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് സത്യാവസ്ഥയായി പറയുന്നത്. അപ്പം നമുക്ക് ശരിക്കും തന്നെ നമുക്കറിയാം അല്ലെ, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് നടക്കുന്നു. ഒത്തിരിയേറെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് നടക്കുന്ന എവിടാന്നറിയോ? ഈ ദേഹിയില. ആ ദേഹി പ്രോപ്പറായിട്ട് വർക്ക് ചെയ്ത് ഞാനായി മാറും. മീൻസ് എന്റെ വ്യക്തിത്വം എനിക്കുണ്ടെന്ന് തിരിച്ചറിയണം. ഇത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും? കോംപ്ലക്സുകളിൽ നിന്ന് നമ്മൾ പുറത്തു വരും. അപ്പം എനിക്ക് എന്റേതായ ഒരു കഴിവേ ഉള്ളൂ, എനിക്കത് ചെയ്യാൻ പറ്റും. അത് ചെയ്യാൻ പറ്റുന്ന ഭംഗിയായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്നൊരു ബോധം എനിക്കുണ്ടെങ്കിൽ എന്റെ കോംപ്ലക്സുകൾ മാറി. എനിക്കുള്ളതിൽ ഞാൻ തൃപ്തനാണെന്ന് എന്നോട് പറഞ്ഞു പഠിപ്പിച്ചാൽ ഞാൻ ഓക്കെ ആയി. കാണുന്നവരല്ല എന്നെ നോക്കി ചിരിക്കുകയല്ല, അവരവരുടെ കാര്യങ്ങളിലാണെന്ന് തോന്നിയാൽ ഞാൻ ഫ്രീ ആയി. ഇതൊക്കെ കോംപ്ലക്സുകളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്.